ഈ സ്റ്റിറോയിഡ് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? നമ്മൾ സാധാരണയിൽ കേട്ട് കാണും, ഈ ഷോൾഡറിൽ ഇഞ്ചുറിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കുത്തും. ആ ഇഞ്ചക്ഷൻ കുത്തിവെപ്പെടുത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷം വരുമോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നാണ് ചോദ്യങ്ങൾ. അപ്പോൾ സാധാരണയിൽ എല്ലാ മനുഷ്യനും ഇപ്പോൾ നമ്മൾ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. നമ്മളിപ്പോൾ ഒരു പേഷ്യനോട് പറയുകയാണ്, അതെ ഇപ്പം ഫ്രോസൺ ഷോൾഡർ ഉണ്ട്, അതിന് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കണം ഡോക്ടർ, അതെന്തെങ്കിലും എനിക്ക് വെയിറ്റ് കൂടുമോ, എൻ്റെ ഹോർമോൺസ് എന്തെങ്കിലും വ്യത്യാസം വരുമോ, എനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ എന്നൊക്കെയാണ് പേടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഞാൻ ഓരോന്നായിട്ട് പറയാം. ഒന്ന്, ഈ സ്റ്റിറോയിഡ് നമ്മൾ ചില കണ്ടീഷൻസിലാണ് ഉപയോഗിക്കുക. ഷോൾഡറിന് എസ്പെഷ്യലി ബർസൈറ്റിസ് എന്ന കണ്ടീഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നീർക്കെട്ട് വരിക. നമ്പർ 2, ഫ്രോസൺ ഷോൾഡർ എന്ന കണ്ടീഷനുണ്ട്. ഷോൾഡർ ടൈറ്റായിട്ട് മാറും. അത് സാധാരണയിൽ ഡയബറ്റിക് പേഷ്യൻ്റ് അല്ലെങ്കിൽ തൈറോയിഡ് പേഷ്യൻസിനാണ് കൂടുതലും കാണപ്പെടുക ഈ ഫ്രോസൺ ഷോൾഡർ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഈ ജോയിൻറ്റിൻ്റെ ഈ പല ഭാഗത്തായിരിക്കും ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്. ഈ ഫ്രോസൺ ഷോൾഡർ പേഷ്യൻ്റ് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അപ്പം നമ്മൾ സ്റ്റിറോയിഡ്, ഞാൻ സാറിന് കൊടുക്കുക ബീറ്റാമെത്തസോൺ എന്ന് പറയുന്ന സ്റ്റിറോയിഡാണ്. അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് 8 days ആണ്. അത് കൂടുതൽ ലോക്കലൈസ്ഡ് ആക്ഷൻ ആയിരിക്കും. 8 days കൊണ്ട് അത് ഡിസപ്പിയർ ചെയ്യും, അതിൻ്റെ ആക്ഷൻ ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ ഇതൊരു ലോക്കൽ അനസ്തെറ്റിക്, അതായത് ഒരു മരവിപ്പിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഉടനെ വേദന ഉണ്ടാവില്ല, ആ നീഡിൽ പോകുന്ന ചെറിയൊരു വേദന ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ലോക്കൽ അനസ്തീഷ്യയാണ് ഉള്ളിൽ ചെല്ലുന്നത് സ്റ്റിറോയിഡിൻ്റെ കൂട്ടത്തിൽ, അതും ഇവിടെ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് വേദനയൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ സ്റ്റിറോയിഡും കൂടെ പോകും. അപ്പോൾ എന്നിട്ട് ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ് എങ്ങനെ വരും? ഈ ലോക്കൽ അനസ്തീഷ്യ എന്ന് വരും. അപ്പോൾ ഈ പെർമനൻറ്റ് റിലീഫ് എപ്പോഴാണ് വരിക, എങ്ങനെ വരിക? അടുത്ത കുറച്ച് ദിവസങ്ങളുകൊണ്ട് അതിൻ്റെ നീർക്കെട്ട് കുറഞ്ഞ് സ്റ്റിറോയിഡിൻ്റെ ആക്ഷൻ വരും. ഈ സ്റ്റിറോയിഡ് എടുക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ ദോഷങ്ങളൊന്നുമില്ല. നമ്മൾ റിസ്ക് ബെനിഫിറ്റ് അനാലിസിസ് നോക്കുമ്പോൾ റിസ്ക് വളരെ കുറവാണ്. നമുക്ക് എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻ? ഇൻഫെക്ഷൻ ഉണ്ടാവുക. ആർക്കാണ് കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക? അൺകൺട്രോൾ ഡയബറ്റീസ് പേഷ്യൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ് പേഷ്യൻസ്, അവർക്കാണ് കൂടുതൽ ഇൻഫെക്ഷൻ ചാൻസ്. അപ്പോൾ ഷുഗർ ഒട്ടും കൺട്രോൾ അല്ലാത്ത പേഷ്യൻ്റ് അങ്ങനെ നമുക്ക് കൊടുക്കാറില്ല. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് എല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കത്തുള്ളൂ. ഫാസ്റ്റിംഗ് ഷുഗർ 110 താഴെ നിൽക്കണം, എന്നിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കത്തുള്ളൂ. 2, മസിൽ റപ്ചർ ഉണ്ടാവാം. നമുക്ക് ഈ ജോയിൻറ്റിൻ്റെ മസിൽസ് ഉണ്ട്, റൊട്ടേറ്റഡ് കഫ് മസിൽസ് ഉണ്ട്. ചില ആൾക്കാർക്ക് മസിൽ റപ്ചർ ഉണ്ടാവും. അതിൻ്റെ ചാൻസസ് വളരെ കുറവാണ്. ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ. അതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പ്രാക്ടീസിൽ ഒരു പേഷ്യൻറ്റും ഇപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല, അതുപോലെ മസിൽ റപ്ചറും ഉണ്ടായിട്ടില്ല. എത്രയോ ഇഞ്ചക്ഷൻ, ഇപ്പോൾ 1000 ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതാണ് സ്റ്റിറോയിഡിൻ്റെ പ്രശ്നം. അല്ലാതെ സ്റ്റിറോയിഡ് കൊണ്ട് ബോഡി വെയിറ്റ് ഈ ഇഞ്ചക്ഷൻ കൊണ്ട് ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യുമോ, ഹോർമോൺസിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ, ഒന്നും തന്നെ സംഭവിക്കില്ല. സ്റ്റിറോയിഡ് കൂടുതലും ലോക്കൽ സ്റ്റിറോയിഡ് ഷോൾഡറിന് കൊടുക്കുന്നത് പ്രിറ്റി സേഫ് ആണ്.